ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൊല്ലം സുധിച്ചാണ്ട മകൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോഴേ കാര്യം പറയട്ടെ, അവതാരികളുടെ ചോദ്യം കിട്ടണമെങ്കിൽ പൊളിഞ്ഞു കയറും. ഈ തരത്തില് നെഗറ്റീവ് കമന്റ്സ് വരുന്നു. പിന്നെ അമ്മയാണ്, പിന്നെ ഈ പറയുന്ന പോലെ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ തന്നെ അമ്മ എക്സ്പോസ് ചെയ്ത് ചെയ്യുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും കമന്റുകളാണെങ്കിൽ. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളാണെങ്കിൽ തന്നെ വേറെ കല്യാണം കഴിച്ചു എന്നുള്ള തരത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് കാണുമ്പോ എന്താ പറയാ, ഞാനങ്ങനെ കാണാറില്ല. എന്താ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലേ? ജസ്റ്റ് കമന്റ് വായിക്കാൻ പോവാ, അങ്ങനെ ഒന്നുമില്ല. അമ്മേനെ വിളിച്ചിട്ട് അമ്മ ഇങ്ങനെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല, എനിക്കൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് മാത്രം കഥ മനസ്സിലായില്ല, അപ്പം അങ്ങനെ വിളിച്ചു ചോദിച്ചു. അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അമ്മ അത്രയൊന്നും എക്സ്ട്രീം ലെവലിലേക്കൊന്നും പോയി ചെയ്യണ്ട അങ്ങനെയൊന്നും ഒരു മകന്റെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് അവതാരിക ചോദിക്കുന്നത്. അഭിപ്രായമൊന്നുമില്ല. അതൊക്കെ അമ്മയുടെ ഇഷ്ടമല്ലേ, അങ്ങനെയൊന്നും പ്രത്യേകിച്ച്. അതായത് അച്ഛൻ എല്ലാ കാര്യങ്ങളും അടുത്തെത്തിക്കുമായിരുന്നോ? ഒന്നിലും ഒരു കുറവൊന്നും വരുത്തിയിട്ടില്ല അല്ലേ? ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പൊ അച്ഛനില്ലാതെ വന്നപ്പോ? അതെ, അച്ഛനുള്ളതിന്റെ അത്രയും വരില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ടല്ലേ? അതെ. അപ്പം ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് എന്തെങ്കിലും എടാ അങ്ങനെ നെഗറ്റീവ് കമന്റ് കണ്ടല്ലോ നിനക്കൊന്നും തോന്നില്ല എന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യും? ആ കൊച്ചിനുള്ള മെച്യൂരിറ്റി പോലുള്ള ഈ അവതാരിക്ക് ഞാൻ ജീവിതത്തിൽ കേട്ടുള്ള ഇതുപോലത്തെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഇല്ല. അവർക്ക് എന്റെ ലൈഫ് മൊത്തം അറിയാം. അങ്ങനെ എന്റെ കൊച്ചിലോട്ടുള്ള കൂട്ടുകാരാണ് എല്ലാവരും, കോളേജിലുള്ള ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ കൂടെയുള്ള എല്ലാരും അറിയാം. എന്റെ കുഞ്ഞിലോട്ട് ഇപ്പൊ അറിയുള്ള കാര്യങ്ങളെല്ലാരും. ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ അമ്മയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള തരത്തില് ഒരു ആൽബത്തിന്റെ ഷൂട്ടൊക്കെ വെച്ചിട്ട് ന്യൂസ് വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ആ തരത്തില് അമ്മയുടെ വിവാഹം അങ്ങനെ കഴിഞ്ഞാൽ തന്നെ കിച്ചുന് എന്ത് തോന്നും? ഇപ്പം അത് അമ്മയുടെ ഇഷ്ടം. അതുപോലെ അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് അമ്മയുടെ ഇഷ്ടം. അതിലൊരു അഭിപ്രായമില്ല. ഒരു എന്താ പറയാ, അച്ഛന്റെ ആ ഒരു സാന്നിധ്യം വിട്ടുപോകും, അല്ലെങ്കിൽ അച്ഛന്റെ ഭാര്യയായിട്ടൊരു ലൈഫ് ഉണ്ടല്ലോ. അങ്ങനെയില്ല. ഇപ്പം അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് നിക്കാൻ വയ്യ, അങ്ങനെ പോണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നിക്കാനായിട്ടാണെങ്കിൽ കുഴപ്പമില്ല ആണ്. അല്ലാതെ ഇനി അങ്ങോട്ട് പോകുന്തോറും അമ്മ, കാരണം നിങ്ങൾ രണ്ട് ആൺകുട്ടികളാണ്, നിങ്ങൾ രണ്ടുപേരും അതുകൊണ്ടാണ് വളർന്നു പോകും. അപ്പൊ അമ്മ ഒറ്റയ്ക്കാവില്ലേ? അതുകൊണ്ടൊരു വിവാഹം എന്തായാലും കഴിക്കണം എന്നുള്ളൊരു തരത്തില്. അങ്ങനെ ഒരു നിർബന്ധമായിട്ടില്ല. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയ്ക്ക് കല്യാണം കഴിക്കും. അല്ലാണ്ട് ഞാൻ അതിനൊരു എതിരായിട്ട് നിൽക്കുകയോ അതിനൊരു എന്തെങ്കിലും പറയാനോ അങ്ങനൊന്നുമില്ല. അമ്മ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ വിളിച്ച് പറയണം, എടാ എനിക്കിങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നങ്ങനെ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കിച്ചുവിന്റെ റെസ്പോൺസ് എന്തായിരിക്കും? പെട്ടെന്ന് ആരാണെങ്കിലും ഇതിപ്പം വരുന്ന ഒരാൾ, ഇതിപ്പോ ആരാണെങ്കിലും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുമോ? കാരണം അറിയാലോ, രേണു ചേച്ചിക്ക് കുറെ അധികം നെഗറ്റീവ്സ് വരുന്നുണ്ട്. സുധിച്ചേന്റെ ഭാര്യയായിട്ട് ഇരുന്നുകൊണ്ട് ഈ തരത്തിൽ വരുമെന്ന്. അപ്പൊ എന്തായാലും ചേച്ചി അങ്ങനെ ഒരു വിവാഹം എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും. ചേച്ചിക്കെതിരെ നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ചേച്ചിക്ക് ഒരു സപ്പോർട്ടായിട്ട്, അതായത് എന്തായാലും കിച്ചു കൂടെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ചേച്ചിക്ക് ഒരു സൈബർ അറ്റാക്കിൽ നിന്ന് ചേച്ചിക്ക് ഒഴിവാകാൻ പറ്റും. അപ്പം ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാവും അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ ഇഷ്ടം. അങ്ങനെ നടന്നു പോകണമെങ്കിൽ അങ്ങനെ നടന്നു പോട്ടെ. അല്ലാണ്ട് ഈ നാട്ടുകാർക്കാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് രേണു സുധി കല്യാണം കഴിക്കോ ഇല്ലയോ. ഒന്നില്ലെങ്കിൽ ആ പയ്യന് 3 നേരം ഭക്ഷണം കൊടുക്കണല്ലേ. പിന്നെ ഏതൊരു ജോലിക്കും അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. പിന്നെ ഈ സൈബർ അറ്റാക്ക് നോക്കിയിരുന്നുണ്ടെങ്കിൽ 3 നേരം ഭക്ഷിക്കാൻ പറ്റും. അഭിപ്രായം പറയാനോ ഇങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയത്തില്ല. അതുപോലെ അങ്ങനെ ഒരു വിവാഹം നടന്ന കിച്ചുവിന്റെ പ്രസൻസ് ഉണ്ടാവുമോ? അത് അടുത്ത ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണോ അങ്ങനെ.
അതുപോലെ തന്നെ രേണു ചേച്ചിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് ബോഡി ഷേവിങ്ങും ചേച്ചിക്കെതിരെ നടക്കാറുണ്ട്. അതായത് ചേച്ചിയുടെ ഫേസ് കാണാൻ എലിയനെ പോലെയാണ്, എന്താ ഹാൻഡ്സ് വെച്ചിട്ടാണോ നീ നിൽക്കുന്നത്, നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ കമന്റുകൾ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നാറുള്ളത്? അതായത് അമ്മേനെ അത്തരത്തിൽ ആക്ഷേപിക്കുന്നതിനോട് എന്താ കിച്ചുവിന്റെ അഭിപ്രായം? ഒന്നാമത്തെ കാര്യം ഞാൻ നല്ല വണ്ണമായിരുന്നു ആ ടൈമിൽ. എനിക്കും കുറെ അങ്ങനെ കേട്ട് ശീലമായി. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാറേയില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ കേൾക്കും. പക്ഷെ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ഈ പയ്യൻ്റെ സംസാരം നല്ല മെച്യൂരിറ്റുള്ള സംസാരമാണ്. പിന്നെ അവതാരിക കുത്തി ചോദിക്കുന്നുണ്ട് രേണുവിൻ്റെ കല്യാണം. അതിൽ പയ്യൻ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ. അത് അവരവരുടെ ഇഷ്ടമാണെന്ന്. പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും കുത്തി ചോദിക്കുന്നത്? പിന്നെ ഈ രേണു സുധിക്ക് സോഷ്യൽ മീഡിയയിൽ ഫുൾ നെഗറ്റീവ് കമൻറ്റാണ്. ഇപ്പോൾ നെഗറ്റീവ് കമൻസൊക്കെ പോസിറ്റീവ് ആവാൻ അത്ര ഒരു സമയമൊന്നും വേണ്ട. പിന്നെ ഈ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാതെ പിള്ളേരെ നോക്കി നിൽക്കണം എന്ന് ഒക്കെ അവരവരെ ഇഷ്ടമാണത്. അതിലൊന്നും നമുക്ക് ഇടപെടേണ്ടൊക്കെ കാര്യമില്ല. നമുക്ക് അവർക്ക് സഹായിക്കാൻ പറ്റൂല. അപ്പോൾ അവരെ കൊണ്ടായത് അവർ ജീവിക്കുന്നു. അതിലിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മോട് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ല. അവർ പണിയെടുത്താൽ അവർക്ക് തിന്നാം, അത്രമാത്രം. അതിൽ നമ്മൾ ഇടപെടേണ്ട യാതൊരു കേസില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോതര പ്രശ്നങ്ങളുണ്ട്, അത് നോക്കി നിൽക്കുക. അല്ലാതെ രേണുസുതി എന്ത് ചെയ്യണതോ അവർ പല വീഡിയോയും ചെയ്യും. അത് നമ്മളെ ബാധിക്കണ ഒരു കാര്യമില്ല. പിന്നെ ഈ ബോഡി ഷേമിങ്, ഇപ്പം എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളായിരിക്കില്ലല്ലോ. ഓരോരുത്തർക്ക് അവരേതായ സൗന്ദര്യം ഉണ്ടാവില്ല. സ്വന്തം കാര്യം നോക്കുക, ജീവിക്കുക, അത്ര തന്നെ. അല്ലാതെ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ആ വീഡിയോ സൈൻ ഓഫ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, ബൈ.